പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 19 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ,
ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സുരക്ഷ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൽപ്പനകളുണ്ടല്ലോ, കൽപ്പനകളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും തമ്മിൽ ഭയങ്കര കണക്ഷൻസാണ്. നമ്മളെ പരിശുദ്ധാത്മാവിലേക്ക് പ്രവേശിക്കുകയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ, പരിശുദ്ധാത്മാവെ വന്നിടണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ നീട്ടിക്കൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. പക്ഷേ പരിശുദ്ധാത്മാവെ കിട്ടാനുള്ള വഴികളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അടക്കുകയും ചെയ്യും തന്ത്രപൂർവ്വം. ഭയങ്കര രസമാണ്. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഇപ്പം ഈ കൽപ്പനകളെ 2 ആയിട്ട് സംഗ്രഹിക്കാമെന്ന് പറയണില്ലേ ഈശോ. 22:37 അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന ഇതിന് തുല്യമാണ്. അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി രസം കഴിഞ്ഞാൽ ഇപ്പം 10 കൽപ്പനകളെ കർത്താവ് 2 ചുരുക്കി. എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി ഈ കൽപ്പനകളുടെ പ്രയോഗതലങ്ങൾ നോക്കി. പ്രയോഗതലങ്ങളെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ. നിങ്ങൾ പശ്ചാത്തപിക്കുവാൻ, പാപമോചനം യേശുക്രിസ്തു നാമ സ്നാനമെടുക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയണത്. അപ്പോൾ ഈ ദാനങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ വേണ്ടി പറയുന്ന സ്ഥലത്ത് വെച്ച് അതിൻ്റെ പ്രയോഗ തലങ്ങളിലെ ആണ് ഈ ദാനങ്ങൾ വർക്കൗട്ട് ചെയ്യണത്. അതെന്തൊക്കെയാണത്? ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുത്തെങ്കിലും പ്രതിഫലം നൽകുമെന്നൊക്കെ ഈശോ പറയുന്നില്ലേ. മറ്റു മനുഷ്യനുമായിട്ട് ഈ കൽപ്പനകൾ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് അഭിഷേകമായി ലഭിക്കുന്നതിന് ഒരു ഡൈനാമിസം ഉണ്ട് അതിനകത്ത്, ഒരു മെക്കാനിസം ഉണ്ട്. അതിന് നിങ്ങൾ ഗലാത്യർ 5:22 വായിച്ചേ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. അപ്പോൾ ഇതായത് നമ്മുടെ കൽപ്പനകളുടെ നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുമ്പോൾ, നിന്നെപ്പോലെ എന്ന് പറയുമ്പോൾ നമ്മളോട് നമ്മൾ സ്നേഹമുണ്ട് അല്ലേ. നമ്മുടെ ഉയർച്ചയിൽ എല്ലാം നമുക്ക് ആനന്ദമുണ്ട്. പിന്നെന്താ? സ്നേഹം, ആനന്ദം, പിന്നെന്താ? സമാധാനം, ക്ഷമ. നമ്മൾ തന്നെ ഇപ്പോൾ ഒന്നുമില്ല, അങ്ങോട്ട് പോണ വഴിക്ക് ഒരു കസേര കൊണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ കൈയിടും. അപ്പം നമ്മൾ ആരുടെ കസേരയുടെ നെല്ലിക ഒന്നും ചേരുന്നില്ല, നമ്മൾ തന്നെ താൻ തൂത്ത് കളയും, അതേ ഉള്ളൂ. നമ്മൾ തന്നെ നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തും. എന്നിട്ട് നമ്മൾ നമ്മളോട് ക്ഷമിക്കുന്നു എന്നുള്ള അർത്ഥം. പക്ഷേ മറ്റുള്ളവരാണെങ്കിൽ നമുക്ക് അനക്കുറി അടിക്കും, അതാണ് വിഷയം. അപ്പം നമ്മളോട് തന്നെ നിന്നെ സ്നേഹിക്കണ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുന്ന വിഷയത്തിൽ അവരുടെ അപരാധങ്ങൾക്ക് സാരമില്ലെന്ന് പറയുന്നിടത്ത് വെച്ച് പരിശുദ്ധാത്മാവ് നിറയും. ഇത് യുട്ടോപ്യനൊന്നുമല്ല, 10,000 ദൈവത്തിൻ്റെ മക്കൾ ജീവിച്ച ജീവിതമാണ് ഞാൻ പറയണത്. നിങ്ങൾ പതുക്കെ അതിലേക്ക് വരണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ദിവസങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ദൈവകൽപ്പനകളുടെ പാലനത്തിലും കേവലമായി എന്തിനാണ് കൽപ്പന പാലിക്കണമെന്ന് ചോദിച്ചാൽ ഉടനെ പറയണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിറയാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാനാണ് നമ്മൾ കൽപ്പന പാലിക്കണതിൻ്റെ ഉദ്ദേശം. അപ്പോൾ പെന്തക്കോസ്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം കൊണ്ട് നിറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ ഒരാളോട് മിണ്ടാതിരിക്കുകയാണ്, അയാളോട് ക്ഷമിച്ച് കഴിയുമ്പോൾ നമ്മൾ അത്രയും ഭാഗം അത്രയും ആ ഒരു മേഖല പരിശുദ്ധാത്മ നിറയുകയാണ്. അപ്പം ക്ഷമയിലൂടെ നമുക്ക് എന്തിനാണ് ക്ഷമിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ നിറയാൻ. അതാണ് എൻ്റെ ഉത്തരം. അപ്പം അങ്ങനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പോണതും ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയും ചെയ്യണതും പരിശുദ്ധാത്മാവ് സഹായനായി വരുന്നതും പരിശുദ്ധാത്മാവ് വരാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് പറയണതും ഇങ്ങനെ സംരക്ഷണം ആകപ്പാടെയുള്ള ടോട്ടൽ പ്രൊട്ടക്ഷൻ നൽകുന്നതും ഇതുപോലുള്ള പരിശുദ്ധാത്മാർ വളരുമ്പോഴാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.